ഹാപ്പി ബർത്ത്ഡേ കോച്ച്. താങ്ക് യു വെരി മച്ച്. എത്രാമത്തെ ബർത്ത്ഡേ? ഇത് 57 വയസ്സായി, പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുക. എവിടെ നമ്മുടെ മക്കളൊക്കെ? താങ്ക് യു. ഞങ്ങളെ ട്രെയിൻ കാണാൻ കൊണ്ടുവന്നതിന് താങ്ക് യു. എല്ലാവരും സുഖാണോ? അവിടെ ഇരിക്കണ്ട സുഖല്ലേ? ആരും ഹാപ്പിയാണ്, നല്ല ചിരിച്ചിരിക്കുന്നുണ്ട്. മദർ പോയേക്കാലോ, ഓൾറെഡി ശരി ലേറ്റായി. എനിക്ക് തിന്നാളോ ഉള്ളല്ലോ, എല്ലാവർക്കും ഇത്രയും മാറും. ഹാപ്പി ബർത്ത്ഡേ ഒരാൾക്ക് ഇതാക്കിയിട്ട് അവിടെ നടക്കാം. ഷുഗറൊന്നുമില്ലല്ലോ? ഓക്കെ. കോച്ച് ഈ നിമിഷത്തിൽ രണ്ടു വാക്ക്. ഈ നിമിഷത്തിൽ ഇതിൽ കൂടുതൽ സന്തോഷമുള്ള നിമിഷം ജീവിതത്തിൽ എന്താണ്? കാശ് കൊടുത്താൽ കിട്ടാത്ത ഏറ്റവും സന്തോഷം, എൻ്റെ മുഖത്തൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം, എക്സൈറ്റ്മെന്റ്, അത് എനിക്ക് ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. ഈ കൂടുതലൊന്നും ഇല്ല, ഒന്നും പറയാനും ഇല്ല. ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? ഇങ്ങനൊരു തീരുമാനം തോന്നി നമുക്ക്, എനിക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല സന്തോഷം കിട്ടും, ഒരു സന്തോഷത്തിൽ നിന്ന് നമുക്ക് എനർജിയും സന്തോഷം കിട്ടും. മുമ്പോട്ട് പോകാനുള്ള ഫ്യൂവലാണ് ഇത്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന വന്നു, ഇങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളത്. അത് വലിയൊരു ഭാഗ്യമായി. ഇവര് നമ്മുടെ കൂടെ വരാനും സിസ്റ്റേഴ്സൊക്കെ ഇവരെല്ലാവരെയും കൂട്ടി ഒരുക്കി കൊണ്ടുവരാനൊക്കെ കാരണമായി. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു സന്തോഷത്തിലുള്ള ഒരു യാത്രയ്ക്ക് അവസരം കിട്ടിയത്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ താങ്ക് യു. വളരെ മനോഹരമായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമ്മൾ 2 അച്ചീവേഴ്സ് ജോപ്പോള് ഈ കാര്യത്തിൽ ഇവരുടെ ഫോളോപ്പ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. കോർഡിനേഷൻ വലിയ കാര്യമാണ്. അതുപോലെ മാർട്ടിൻ മാറ്റേ നമ്മുടെ മലയാറ്റൂർ. താങ്ക് യു, താങ്ക് യു. ബാക്കോട്ടേക്ക് ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. ഇയാളെ കൂടെ തോന്നുന്നില്ല. ബർത്ത്ഡേ ആയിട്ട് എന്താ എനിക്ക് ഒന്നുമില്ലേ? ഒരു വന്ന് ഇല്ലേ? ഉമ്മയില്ലേ? നമ്മള് നാളെ ഒരുമിച്ച് കയറാം. താങ്ക് യു വെരി മച്ച്. എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇപ്പഴത്തെ തകർക്കാൻ പോകല്ലേ അവിടെ എന്തൊക്കെ പരിപാടി? അവിടെ